വോട്ട് ചോരി ആരോപിച്ച് രംഗത്തെത്തിയ രാഹുൽ ഗാന്ധിക്ക് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. സുപ്രീം കോടതി പറയുകയാണ്, നിങ്ങൾ ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി സുപ്രീം കോടതിയിലുണ്ടായിരുന്നു. ആ ഹർജിയുടെ വാദം കേട്ട് വിധി പറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്കിടെയാണ് സുപ്രീം കോടതി ഇത് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കൂ, അവർ പറയുന്നത് ആദ്യം കേൾക്കൂ. എന്താണ് സാർ, ഇനിയെങ്കിലും രാഹുൽ അവസാനിപ്പിക്കുമോ ഈ പറാട്ട് നാടകങ്ങൾ? വളരെ അപഹാസ്യമായിട്ടുള്ള നാടകങ്ങളാണ്. തിയേറ്റർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് പൊതുവഴിയിൽ പ്രകടനം നടത്തിയ ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം അവഹേളിച്ചുകൊണ്ട് നടത്തുന്ന ഈ അരാജകവാദത്തിൻ്റെ അരങ്ങേറ്റമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അരാജകവാദത്തിൻ്റെ അരങ്ങേറ്റം. ഒരർത്ഥം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ള അരാജകവാദി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അരാഷ്ട്രീയവാദിയുണ്ട്. അരാഷ്ട്രീയവാദിയല്ല, രാഷ്ട്രവിരുദ്ധവാദിയുമുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. സംശയമന്യേ നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് യാതൊരു അവിശ്വാസ്യതയുടെയും കാര്യമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന ശക്തികൾക്ക് അകത്തുനിന്നുള്ള ഏറ്റവും വലിയ ബലമാണ് രാഹുൽ ഗാന്ധിയും കുടുംബവും. അങ്ങനെയായി തീർന്നിരിക്കുന്നു. എന്ത് കാരണം? അവരുടെ കുടുംബത്തിന് അർഹതപ്പെട്ടാണ് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ സിംഹാസനം എന്നും ആ മയൂര സിംഹാസനത്തിൽ മറ്റാരെങ്കിലും കയറിയിരിക്കുന്നത് ഞങ്ങൾ സഹിക്കൂല. അത് ഒരു ഒ ബി സിക്കാരൻ കയറിയിരിക്കുന്നു. അശുദ്ധമാക്കണം. ഇനി ചാണകവെള്ളം തളിച്ചുകൊണ്ട് ശുദ്ധികർമ്മം ചെയ്ത് അവിടെ അവരുടെ കുടുംബത്തിലെ ആരെയെങ്കിലും പ്രതിഷ്ഠിക്കുന്നത് വരെ രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും സൂക്കേട് വരും. ഒരു സൂക്കേടാണിത്. ഒരു മരുന്നില്ലാത്ത അസുഖമാണ്. ആ മനുഷ്യൻ്റെ കണ്ണുകളിലെ ആ പകയും വിദ്വേഷവും നോക്കൂ. മൊഹബത്ത് ബി ദൂഖാൻ പോലും. ദൂഖാൻ ഉണ്ട്. ആ ദൂഖാൻ തുറന്നിരിക്കുന്നത് ഭീകരവാദികൾക്ക് വേണ്ടിയും ദേശവിരുദ്ധർക്ക് വേണ്ടിയുമാണ്. ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് 5 റഫേൽ വിമാനങ്ങൾ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടു. കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യക്കുണ്ടായ അഭിമാനം നഷ്ടപ്പെടുത്താൻ, ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി അത് പറഞ്ഞു. ഇപ്പോൾ എയർഫോഴ്സ് വ്യോമസേനാ മേധാവിയായിട്ടുള്ള എയർ ചീഫ് മാർഷൽ പറഞ്ഞു, ഏറ്റവും ഒടുവിൽ നമ്മൾ അവരുടെ 5 വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 15 സീരീസിൽപ്പെട്ടതായിരിക്കണം, അമേരിക്കൻ നിർമ്മിതം. അതാണ് ഈ പാകിസ്ഥാനും US തമ്മിലുള്ള. അതെ, അതുകൂടാതെ അവരുടെ ഒരു ചാരവിമാനവും നിരീക്ഷണത്തിൽ വന്നു. ഇങ്ങോട്ട് കടക്കാൻ പറ്റാതെ നമ്മുടെ S-400 സംവിധാനം ഉണ്ടല്ലോ, നമ്മുടെ ഡിഫൻസ് കമാൻഡ് സിസ്റ്റം തകർത്തു തരിപ്പണമൊക്കെ. ഒരെണ്ണത്തിനും അതിൻ്റെ ആ ഒരു ഫീൽഡിലേക്ക്, ഈ ഫീൽഡ് മാർഷലിൻ്റെ വിമാനങ്ങൾക്കൊന്നും, ഈ ഫീൽഡിലേക്ക് പാകിസ്ഥാൻ്റെ എയർ മാർഷലിൻ്റെ വിമാനങ്ങൾക്കൊന്നും അവരുടെ സേനാ മാർഷൽ ഉണ്ടല്ലോ, ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീറിൻ്റെ ഒരു പ്രതിരോധ വ്യൂഹത്തിനും ഇന്ത്യയുടെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തന്നെ പേടിച്ച് ബങ്കറിൽ ഒളിച്ചു. ആ ബങ്കറിൽ ഒളിച്ച മനുഷ്യനാണ് ഇപ്പോൾ അമേരിക്ക പോയി 2 തവണ മൂക്കുമുട്ട ശാപ്പാടും കഴിച്ചിട്ട് വീര്യവുമായിട്ട് ഇനി എന്നാൽ പിന്നെ ഒരു യുദ്ധം കൂടെ ആകാം എന്ന് ഗോതയിലിറങ്ങിക്കൊണ്ട് വപ്പടിച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കാണും. നമ്മുടെ വിഷയം അതല്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് കിട്ടാനുള്ള കൊട്ട്, ഏറ്റവും വലിയൊരു കൊട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടർ പട്ടിക അശുദ്ധമായിരുന്നു, കള്ളങ്ങൾ നിറഞ്ഞു, ഇരട്ട വോട്ട്, വ്യാജ വോട്ട്, ഇതൊക്കെയാണ്. ഇതെല്ലാം ആരോപിക്കുന്ന രാഹുൽ തന്നെയാണ് അപ്പുറത്ത് ഈ ആഴ്ചകൾക്ക് മുമ്പ്, ഈ ആരോപണം രാഹുൽ ഉന്നയിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് ഇറങ്ങിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വകവയ്ക്കാതെ സുപ്രീം കോടതി പോകും. എന്ന് മാത്രമല്ലല്ലോ, പൗരന്മാരുടെ ലിസ്റ്റ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണല്ലോ CIA എന്ന് പറഞ്ഞത്. സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്ന ഒരു ഏർപ്പാട് അവർ പ്രക്ഷോഭം നടത്തി അത് മാറ്റിവെപ്പിച്ചില്ലേ. അത് പൗരന്മാരുടെ ഒരു രജിസ്റ്റർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു കൺഫ്യൂഷനും വരില്ലായിരുന്നു. ആ പൗരന്മാരുടെ പട്ടിക നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നാഷണൽ NPR കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്തു? ഇവരെ വലിയ പ്രക്ഷോഭം, ന്യൂനപക്ഷങ്ങളെ എല്ലാം നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് വിരട്ടിക്കൊണ്ട് അവരെ തെരുവുകളിൽ ഇറക്കിക്കൊണ്ട് ഇന്ത്യ മറ്റൊരു അരാജകവാദത്തിലേക്ക് അവർ നയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ത്യ ഇമാതിരിയുള്ള തെറ്റിദ്ധാരണാജനകമായ പ്രക്ഷോഭങ്ങളിലൊന്നും തകരുന്ന
ഒന്നല്ല. അതിന്റെ പേരിൽ രാജ്യതലസ്ഥാനത്ത് ഒരു കലാപം നടക്കുകയും 53 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 53 പേരെ കുരുതി കൊടുത്ത് കൊന്നു. അതായത് 1.5 ലക്ഷം പേരെയാണല്ലോ ജിന്ന കൊന്നത് എന്ന് പറയുന്ന പോലെ രാഷ്ട്രവിരുദ്ധരായ ഇവര്, പ്രത്യേക വൈദേശിക താല്പര്യങ്ങളുള്ള ഇവര് ഇങ്ങനെ 53 പേര് ഇനിയും പലരെയും കുരുതി കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കള്ളം പറഞ്ഞുകൊണ്ട്, വ്യാജം പറഞ്ഞുകൊണ്ട്, വ്യാജ ഗാന്ധിമാർ നടത്തുന്ന, വ്യാജ ഗാന്ധിമാർ നേതൃത്വം കൊടുക്കുന്ന സമരമാണിത്. ഇത് വാസ്തവത്തിൽ ഇതുപോലൊരു പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ്, അതായത് ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ വിപ്ലവം, അത് ശരിയായ കാരണങ്ങൾ കൊണ്ടായിരുന്നു, ഇത് തെറ്റായ കാരണങ്ങൾ കൊണ്ടാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സുപ്രീം കോടതി എതിർത്തപ്പോൾ ഇന്ദിരാഗാന്ധി ഭരണഘടനയെ മാറ്റിമറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മതത്തിൽ തുടർന്നതുകൊണ്ടാണ് അവിടെ ആ പ്രശ്നം ഉണ്ടായതെങ്കിൽ, ഇവിടെ സുപ്രീം കോടതി തന്നെ വളരെ ശക്തിയായ ഭാഷയിൽ ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയിഷ്യ ബാഗ്ചിയും പറഞ്ഞു, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത്, ഒരു കുറ്റവും ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ജഡ്ജികൾ കോൺഗ്രസിന് വേണ്ടി വാദിച്ച ആരാണ്? രാഹുലിന് വേണ്ടി. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ രാഹുലുമായിട്ട് വേണ്ടി വാദിച്ച ആരാണ്? നമ്മുടെ കൊടി കെട്ടിയ വക്കീലായിട്ടുള്ള കപിൽ സിബൽ, മനു അഭിഷേക് സിംഗ്വി, ഇവരെല്ലാം കൂടെ വാദിച്ചിട്ടും തോറ്റമ്പിപ്പോയി രാഹുൽ ഗാന്ധിയുടെ വാദം. സത്യം അവിടെ ജയിച്ചു. സത്യം ജയിക്കുന്ന സുപ്രീം കോടതി, അതുകൊണ്ടാണ് അവർ നിന്ദിക്കുന്നത്. അത് മാത്രമല്ല, ഇവരാവശ്യപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം, ആധാർ ഒരു ഇതായിട്ട് എടുക്കണം, മാനദണ്ഡമായിട്ട് എടുക്കണം. എന്തിനാ? ഈ പറയുന്നത് പോലെ പൗരത്വം തെളിയിക്കാനുള്ള. സുപ്രീം കോടതി അതിനും ശക്തമായ തിരിച്ചടി കൊടുത്തു. ആധാർ എടുക്കാൻ സാധിക്കില്ല, കാരണം ആധാറിനെ മാനദണ്ഡമാക്കാൻ പറ്റില്ല. ആധാർ വ്യാജമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ആധാറിനെ ഈ പറയുന്നത് പോലെ ഒരു മാനദണ്ഡമാക്കി ആധാറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. മൻമോഹൻ സിംഗ് ആണ് ആധാർ സമ്പ്രദായം കൊണ്ടുവന്നത്. നല്ല ധീരമായ പരീക്ഷണം തന്നെ. പക്ഷെ അത് മുതലാക്കിക്കൊണ്ട് കാറ്റിൽ ഫീഡ് കുംഭകോണക്കാരനായ, കാലിത്തീറ്റ കുംഭകോണക്കാരനായ ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വ്യാജ ഫാക്ടറികൾ അവിടെ ആരംഭിച്ചു. ആധാർ കാർഡുകൾ വ്യാജമായിട്ട് കള്ളനോട്ട് അടിക്കുന്നത് പോലെ അടിച്ചുണ്ടാക്കാൻ. അതുപോലെ ബംഗാളിലും പ്രവർത്തിക്കുന്നുണ്ട്. കുടിയേറി വന്ന രോഹിംഗ്യ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശി മുസ്ലിങ്ങളെയും ആധാർ കാർഡ് കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്താൻ ഇങ്ങനെ ആധാർ കാർഡുകൾ അടിച്ചു കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഏജന്റുമാരെല്ലാം ഫാക്ടറികളുണ്ട്, നിർമ്മിക്കുന്ന ഫാക്ടറികൾ അവിടെ പ്രവർത്തിക്കുന്നു. ഇതൊന്നും കാണാതാണ് ഈ രാഹുൽ ഗാന്ധി എന്താ സംഭവം പറയുന്നത്. ഈ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ മരിച്ചുപോയ ആളിൻ്റെ പേരുണ്ട്, എന്ത് പറ്റും? ഒരാളിപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾ മരിച്ചു പോകുന്നു. മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ മരിച്ച ആൾ വന്ന് എന്നെ മാറ്റണമെന്ന് പറയാൻ പറ്റുമോ? അതവിടെ ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ്. ഇതുപോലെയാണ് ഇന്നത്തെ ഒരു വാർത്താ ചാനല് അവിടെ ഇരുന്നുകൊണ്ട് അന്വേഷണം ഞങ്ങൾ നടത്തി. അപ്പോൾ അവർ കണ്ടെത്തിയത് എന്താ? BJPയുടെ ഓഫീസിലുള്ള ഒരാൾക്ക് അഡ്രസ്സ് മലപ്പുറത്താണ്. അഡ്രസ്സ് മലപ്പുറത്ത് കേരളത്തിൻ്റെ ഭാഗമല്ലേ? നോക്കൂ പ്രശാന്തെ, എൻ്റെ വീട് കോട്ടയത്താണ്, ഞാൻ വന്ന് വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. എന്താ കുഴപ്പം? കാരണം ഞാൻ പണ്ടിവിടെയായിരുന്നു എന്നതുപോലെ ഇപ്പം സുരേഷ് ഗോപി മത്സരിക്കുന്നത് കണ്ട് പലരും അവരുടെ വോട്ടുകൾ സുരേഷ് ഗോപിയോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ബന്ധം കൊണ്ട് അല്ലെങ്കിൽ ആദരം കൊണ്ട് അങ്ങോട്ട് വോട്ട് മാറ്റും. ഇവർ പ്രശ്നം എന്താ? അവിടെ പോയി വോട്ട് ചെയ്യുന്നതിന് ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനോ യാതൊരു റൂൾസും ഇല്ല, അങ്ങനെ പാടില്ലെന്ന്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വേണം, നമ്മൾ എവിടെ താമസിക്കുന്നു അവിടെ പോയി വോട്ട് ചെയ്യാം. എവിടെ പോയി വേണമെങ്കിലും ഇപ്പൊ റേഷൻ വാങ്ങിക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ. സംശയമില്ലാത്ത ആരെയാണ് ഈ ചാനൽ വെടികളാക്കുന്നത്? എന്താ മലയാള വാർത്ത എന്നും പറഞ്ഞ് ഇത്ര വിവരമില്ലാത്ത പത്രപ്രവർത്തകരാണല്ലോ അവിടെ ഇരിക്കുന്നത്. അത് വലിയൊരു കണ്ടുപിടുത്തമായിട്ട് കൊട്ടിഘോഷിക്കുക രാവിലെ പ്രധാന വാർത്തയായിട്ട്. ഓരോരുത്തർക്കും തുടങ്ങിയിട്ടുണ്ട്. ഈ മരിച്ചുപോയവർക്കാരുടെ പേര് കിടക്കുന്നു ഇങ്ങനെ അനോമലി. ഇത് കേട്ടാത്തൊന്നും ഈ പട്ടികയിൽ ഇങ്ങനൊന്നും മുമ്പ് സംഭവിച്ചിട്ടില്ലെന്ന്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണിത്. പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മരിച്ചു പോകുമ്പോൾ അതിന്റെ പേര് പെട്ടെന്ന് തുടച്ചു കളയാൻ പറ്റില്ല. വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഒരു പൗരൻ മരിച്ചു പോകുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ 6 മാസത്തെ സമയം തന്നിട്ടുണ്ട് കമ്മീഷൻ. ഇത് പരിശോധിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ആളാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലേ? തൃശ്ശൂരിൽ ഇപ്പൊ ഏതോ കുറച്ച് വോട്ടുണ്ടെന്ന്. അപ്പൊ സുരേഷ് ഗോപി ഇന്ന് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ വന്ന് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നും പറഞ്ഞ് നിസ്സാരമായ കാര്യങ്ങൾ ആകെ പറയുന്നത്. MA ബേബി അങ്ങനെ വലിയ ഭീമാകാരമായ ഒരു പർവ്വതം പോലെ സ്വരുക്കൂട്ടിയത് അദ്ദേഹത്തിന്റെ പരമാവധിയിൽ പറഞ്ഞ അത്യുക്തി എന്ന് പറയുന്നത് 30,000 വോട്ടുകൾ. ഈ 30,000-നും അപ്പുറം 75,000 വോട്ടുകൾ വാങ്ങിച്ച് ജയിച്ചാളല്ലേ സുരേഷ് ഗോപി. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മേൽ കരിയോയിൽ ഒഴിക്കുന്നു. അത് വളരെ പ്രതീകാത്മകമാണ് പ്രശാന്തെ. എന്താണെന്നറിയാം? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തലയിൽ ഈ മുണ്ഠിത ശിരസ്കന്മാർ കരിയോയിലൊഴിക്കുകയാണ്.
അതാണ് അവരുടെ ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള ബഹുമാനം. ആ ഒരു പ്രതീകത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. എന്നിട്ട് കലാപത്തിലേക്ക് നയിക്കുകയാണ് തൃശ്ശൂർ. എന്താ കാര്യം? സുരേഷ് ഗോപി ജയിച്ചത് അവർക്ക് ആ റിയാലിറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. മോദി ജയിച്ചതിന്റെ റിയാലിറ്റി രാഹുൽ ഗാന്ധിക്കും അംഗീകരിക്കാൻ പറ്റും. തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞാൽ വട്ടിളവിയിരിക്കുകയാണ്. നമ്മളാണത് സഹിക്കേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.